Things, pulling down of strongholds, casting down imaginations, stand fast, therefore deliver where the crisis counter liberty has is warfare for the even counter liberty. They confusion they will not be. ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളായണി സ്റ്റുഡിയോ റോഡിൻ്റെ അടുത്തുള്ള അതായത് റെയിൽവേ ട്രാക്കിൻ്റെ അപ്പർ സൈഡിൽ വെള്ളായണി ജംഗ്ഷനും പ്ലാങ്കാലമുക്കിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് ബിറ്റ്വീൻ വെള്ളായണി ജംഗ്ഷൻ ആൻഡ് ബിറ്റ്വീൻ പ്ലാങ്കാലമുക്ക് ആൻഡ് വെള്ളായണി ജംഗ്ഷൻ there is a place I am standing near a place that is above the railway track for Badani Kalvati. Railway track means the railway track connecting Trivandrum and Nagarkoil Kanyakumari route for Badani Counter to Liberty. Here I am standing in a place between Plankalamukka and Vellani Junction. That means an upper side of the railway track. That track is connecting Trivandrum Central and also Kanyakumari Junction via for Badani Counter and Liberty. And first, therefore, the liberty of the crisis ministry and we do not see at all, do not fear. As previous, you stand fast, therefore, in the liberty of the crisis ministry and be not entangled again with the yoke of bondage. Here I am standing at a place near Vellani Studio Road, that is between Plankalamukku and Vellani Junction. That is some distance away from Vellani Studio Road. That means I am standing near a railway track. That is the upper side of this railway track. This railway track is connecting Trivandrum Central and Kanyakumari Junction via Nagarkoil for Badani Counter Liberty. Look at the clouds in the sky for Badani Counter Liberty. ഗുഡ് കൺസൈൻസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കണ്ണാപുരം കഴിഞ്ഞിട്ട് പ്ലാങ്കാലമൊക്കെ കഴിഞ്ഞിട്ട് വെള്ളാണി റോഡിലേക്ക് പോകുന്ന വെള്ളാണി ജംഗ്ഷനിലേക്ക് പോകുന്ന ആ ഒരു സ്ഥലത്തിൽ നിന്ന് ഒരല്പം ഡീവിയേറ്റ് ചെയ്തിട്ട് വെള്ളാണി സ്റ്റുഡിയോ റോഡ് അതുകൊണ്ട് ആ കാണുന്ന വെള്ളാണി റോഡിലേക്കുള്ള ആ ഒരു ഇതുണ്ടല്ലോ, വെള്ളാണി സ്റ്റുഡിയോ റോഡിൻ്റെ വലതുവശത്തുള്ള ഒരു സ്ഥലത്ത്, അതായത് റെയിൽവേ ട്രാക്കിന്റെ മുകൾ ഭാഗത്താണ് ഞാൻ സ്ഥിതി ചെയ്യുന്നത്. ഫോർ ബദനി കൗണ്ടർ ലിബർട്ടി വളരെ ഗുഡ് വാർഫെയർ ഹോൾഡ് കൺസേൺസ്. ഇത് രേണു സ്തുതിയോടുള്ള റിപ്ലൈ 5 എന്ന് വേണമെങ്കിൽ എടുക്കാം. ഫോർ ബദനി കൗണ്ടർ. എനിക്ക് രേണു സ്തുതിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത് യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അദ്ദേഹത്തിനേറ്റ് അടിപ്പിണരാൽ ബൈ സ്ട്രൈപ്സ് ഐ വാസ് ഹീൽഡ്, വി വെയർ ഹീൽഡ് കഴിയും. ഫോർ ബദനി കാറ്റുള്ള പ്രദേശമാണ്. ഫോർ ബദനി കൊണ്ടാണ് മനസ്സൊക്കെ റിലാക്സ് ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണ്. അദ്ദേഹം മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയുന്നതാണ്. മരണം നീങ്ങി ചെയ്യുന്ന രീതിയോ അതിന് നിവർത്തിയാകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമേത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണത്തെ ജയം വന്നിരിക്കുന്നത് നേടിയിരിക്കുന്ന വചനം നിവർത്തിയാകും. അദ്ദേഹം മരണത്തെ സദാകാലത്തേക്ക് നീക്കളയും. പിന്നെ അതുപോലെ തന്നെ ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം മാറിപ്പോകും. അതായത് ഡെത്ത് ഈസ് swallowed up in victory. The last enemy to be destroyed is death. ഫോർ ബദനി കൗണ്ടറിൽ പെട്ട് ജയിക്കുന്നതിന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. ഇതാ വെയിൽ വന്നിട്ടുണ്ട്. ദൂരെ ആ പാലത്തിൽ കൂടെ സ്കൂൾ ബസ് പോകുന്നുണ്ട്. നമുക്ക് ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയിൽ ധാരാളമായിട്ട് ആശ്രയിക്കാം. ഫോർ ബദനി കൗണ്ടർ ലിബർട്ടി. അതായത് പടത്തിനായിട്ട് മാത്രം എന്ന ചിത്രത്തിൽ പ്രേം നസീർ വള്ളം തഴയുന്നതായിട്ടുള്ള രംഗമുണ്ട്. അതിൽ KJ യേശുദാസങ്ങള് പിന്നണി ഗായകനായി പാടിയിട്ടുണ്ട്. അതായത് നമുക്ക് ഡു നോട്ട് സി അറ്റ് ആൾ, ഡു നോട്ട് ഫിയർ, പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്, കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്, സ്റ്റാൻഡ് ഫാസ്റ്റ് ദെയർഫോർ ഇൻ ദി ലിബർട്ടി വേർ ദി ക്രൈസിസ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് എൻറ്റാങ്കിൾഡ് അഗൈൻ വിത്ത് ദി യോക്ക് ഓഫ് ബോണ്ടേജ്. ഫോർ ബദനി കൗണ്ടർ ടു ലിബർട്ടി.
faith and very good warfare, holy faith and good conscience. നല്ല മഴ പെയ്യുന്നുണ്ട്. Very good warfare, holy faith and good conscience. Stand fast therefore in the liberty wherewith Christ has made us free, and be not entangled again with the yoke of bondage. For Buddha you have called unto liberty. അതായത് കടത്തനായിട്ട് മാത്രം എന്ന ചിത്രത്തിൽ KJ യേശുദാസങ്ങൾ പിന്നണി ഗായകനായിട്ട് പാടിയ ഒരു പാട്ട്, പ്രേം നസീർ വള്ളം തൊഴിയുന്നതായിട്ടുള്ള ഒരു രംഗമുണ്ട്. അത് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ഡൈവേഴ്സിൽ നിന്നൊക്കെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. വൺ വൈഫ് വൺ ഹസ്ബൻഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ആ പാടിയ പാട്ടിന്റെ ഒരു പാരഡി സോങ്, ഒരു ആന്റി സോങ് നമുക്കൊന്ന് പാടിയാലോ? ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതല്ലോ ക്രിസ്തേശു കർത്താവ്, നാം അടിമത്തിൽ കൂടി വരുന്നു. Pulling down stars, canceling down imaginations. If the Son therefore shall make a free, you shall be free indeed. Stand fast therefore in the liberty of the Christ has made us free, and be not entangled again with the yoke of bondage. For brethren you have called unto liberty. As free peace, you do not fear. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. ഫോർ brethren you have called liberty. O wretched man that I am, who shall deliver me from the body of this death? Now there is no more condemnation. Those who are in Christ Jesus, the love of the Spirit of life in Christ Jesus has set me free from the law of sin and death. Pulling down. അപ്പം ആ ഒരു പാട്ടിൻ്റെ ഒരു ആൻറ്റി സോങ് നമുക്കൊന്ന് പാടിയാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. അപ്പം KJ യേശുദാസങ്ങൾ പാടിയതായിട്ടുള്ള ആ പാട്ടിൻ്റെ ഒരു ആൻറ്റി സോങ് പാടിയാൽ പ്രകാരമായിരിക്കും. നാമിനെ അടിമത്തിൽ കൂടി വരുന്നത്, ആൻഡ് ബി നോട്ട് entangled again with the yoke of bondage. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതല്ലോ ക്രിസ്തേശു കർത്താവ്. ഫോർ brethren you have called liberty. നാമിനെ അടിമത്തിൽ കൂടി പോരുത്. ആൻഡ് ബി നോട്ട് entangled again with the yoke of bondage. For brethren you have called unto liberty. Do not see at all, do not fear as free. For brethren you have called unto liberty. My peace I leave with you. Let not your heart be troubled. ദൈവം കൺഫ്യൂഷൻ്റെ ദൈവം അലോട്ട് പീസ്. മൈ പീസ് ഐ ലീവ് വിത്ത് യു. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്, നെയ്തർ ലെറ്റ് ഇറ്റ് ബി അഫ്രൈഡ്. ഫോർ brethren you have called unto liberty. ദൈവം വെളിപ്പെട്ടതല്ലോ ക്രിസ്തേശു കർത്താവ്, ഏക സത്യദൈവം ദാനമായി തന്നതല്ലോ നമ്മുടെ കല്യാണം. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതല്ലോ ക്രിസ്തേശു കർത്താവ്, ഏക സത്യദൈവം ദാനമായി തന്നതല്ലോ നമ്മുടെ കല്യാണം, നമ്മുടെ കല്യാണം. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതല്ലോ ക്രിസ്തേശു കർത്താവ്, ഏക സത്യദൈവം ദാനമായി തന്നതല്ലോ നമ്മുടെ കല്യാണം, നമ്മുടെ കല്യാണം, നമ്മുടെ കല്യാണം. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതല്ലോ ക്രിസ്തേശു കർത്താവ്, ഈ ഏക സത്യദൈവം ദാനമായി തന്നതല്ലോ നമ്മുടെ കല്യാണം, നമ്മുടെ കല്യാണം. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതല്ലോ, നാമിനെ അടിമത്തിൽ കൂടി പോരുത്. ഡു നോട്ട് സി അറ്റ് ആൾ, ഡു നോട്ട് ഫിയർ as free peace you. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതല്ലോ ക്രിസ്തേശു കർത്താവ്. സ്വർഗത്തെ ഭൂമിയെ യാതൊന്നിനെ ചൊല്ലി സത്യം ചെയ്യാതെ. ഡു നോട്ട് സി അറ്റ് ആൾ, ഡു നോട്ട് ഫിയർ, ആൻഡ് ബി നോട്ട് entangled again with the yoke of bondage. For brethren you have called unto liberty. Do not see at all, do not fear as free peace you. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടതല്ലോ ക്രിസ്തേശു കർത്താവ്, ഏക സത്യദൈവം ദാനമായി തന്നതല്ലോ നമ്മുടെ കല്യാണം, നമ്മുടെ കല്യാണം. സൃഷ്ടിച്ചവനാദിയിൽ ആണും പെണ്ണുമായി അവരെയുണ്ടാക്കി ദൈവം. സൃഷ്ടിച്ചവനാദിയിൽ ആണും പെണ്ണുമായി അവരെയുണ്ടാക്കി ദൈവം. ആകയാൽ ദൈവം ചേർത്തതിനെ നാം വേർപിരിക്കുക വേണ്ട. ആകയാൽ ദൈവം ചേർത്തതിനെ നാം വേർപിരിക്കുക വേണ്ട. ആകയാൽ ദൈവം ചേർത്തതിനെ നാം വേർപിരിക്കുക വേണ്ട, വേർപിരിക്കുക വേണ്ട. ഓ
ദൈവം ചേട്ടത്തിൽ പെട്ടതല്ലോ ക്രിസ്തീശു കർത്താവ്. ഈ ഏക സത്യദൈവം തന്നതല്ലോ നമ്മുടെ കല്യാണം, നമ്മുടെ കല്യാണം. ദൈവം ചേട്ടത്തിൽ വെളിപ്പെട്ടതല്ലോ ക്രിസ്തീശു കർത്താവ്. ഈ ഏക സത്യദൈവം ദാനമായി തന്നതല്ലോ നമ്മുടെ കല്യാണം, നമ്മുടെ കല്യാണം. ഈ പാട്ട് കടത്തനാട്ട് മാക്കം എന്ന ഫിലിമിൽ പ്രേം നസീർ വള്ളം തുഴയുന്നതായിട്ടുള്ള ആ ഒരു രംഗത്തിൽ KJ യേശുദാസ് അങ്കിള് പിന്നണി ഗായകനായിട്ട് പാടിയൊരു പാട്ടാണ്. അതിന്റെ ഒരു ഓപ്പോസിറ്റ് ഗാനമാണ്. അതായത് നിത്യജീവിതത്തിൽ ഡൈവേഴ്സും മറ്റ് കുന്തങ്ങളും കുടച്ചക്രങ്ങളും ക്യാൻസൽ ചെയ്തിട്ട് ഏക ഭാര്യ ഏക ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ ജീവിക്കാനുള്ള ഒരു പ്രചോദനമാണ് ഈ ഒരു ഗാനം. ഒരു പാരഡി സോങ് ആയിട്ടോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഗാനമായിട്ടോ നിങ്ങൾക്ക് പാടാം. ദൈവം ചേട്ടത്തിൽ വെളിപ്പെട്ടതല്ലോ ക്രിസ്തീശു കർത്താവ്. ഈ ഏക സത്യദൈവം ദാനമായി തന്നതല്ലോ നമ്മുടെ കല്യാണം, നമ്മുടെ കല്യാണം. ഭർത്താവും ഭാര്യയും സ്നേഹത്തോടെ എന്നും ജീവിതം നയിച്ചു വന്നാൽ. നമുക്ക് ചിന്തിച്ചുകൊണ്ട് പാടാം. ഫോർ ബദനി ഹോൻ കാണ്ടൺ ലിബർട്ടി. ഭർത്താവും ഭാര്യയും സ്നേഹത്തോടെ എന്നും ജീവിതം നയിച്ചു വന്നാൽ. ഭർത്താവും ഭാര്യയും സ്നേഹത്തോടെ എന്നും ജീവിതം നയിച്ചു വന്നാൽ. ഡൈവേഴ്സ് വേണ്ട, ദുഃഖങ്ങൾ വേണ്ട, ജീവിതം കൈവിടല്ലേ. ഡൈവേഴ്സ് വേണ്ട, ദുഃഖങ്ങൾ വേണ്ട, ജീവിതം കൈവിടല്ലേ, ജീവിതം കൈവിടല്ലേ. ഓ ഓ ഓ ഓ ഓ ഓ ദൈവം ചേട്ടത്തിൽ വെളിപ്പെട്ടതല്ലോ ക്രിസ്തീശു കർത്താവ്. ഈ ഏക സത്യദൈവം നമ്മുടെ കല്യാണം, നമ്മുടെ കല്യാണം, നമ്മുടെ കല്യാണം. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് അതിന്റെ അനുഭവത്തിൽ വരുന്നത്. ഫോർ ബദനി ഹോൻ കാണ്ടൺ ലിബർട്ടി. warfare, holy faith and good conscience. ഇനി ചിന്തകളോടുകൂടിയായിരിക്കാം. ക്രൈസിസിന്റെ കൃപയിൽ നമുക്ക് ധാരാളമായിട്ട് ആശ്രയിക്കാം. ഫോർ ബദനി ഹോൻ കാണ്ടൺ ലിബർട്ടി. ക്രൈസിസ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. അതായത് ഫോർ ബദനി ഹോൻ കാൺബട്ടി. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദെൻ യു ആൻഡ് യുവർ ഫാമിലി ബി സേവ്ഡ്. മറ്റൊരുത്തന്നെ രക്ഷയില്ല. അക്ഷരപ്പൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. Neither is there salvation in any other, for there is none other name under heaven given among men whereby we must be saved. If you confess with your mouth that Jesus Christ is Lord and believe with your heart that God has raised him from the dead, then you shall be saved. For with the heart man believeth unto righteousness, and with the mouth confession is made unto salvation. For whoever calls upon the name of the Lord shall be saved. If a person believeth and is baptized in the name of our Lord Jesus Christ, then that person shall be saved. If a person believeth not, that person shall be condemned. For brethren he called unto liberty himself. For brethren he called unto liberty. Our Lord Jesus Christ himself took our infirmities and bare our sicknesses. By his stripes you were healed. We were healed. I was healed. Do not say at all, do not fear. For brethren he called unto liberty. As we be by his stripes he was
For Bethany Heaven called liberty, നാമിനെ അടിമത്തിൽ കുടിപ്പരുത്. Do not see at all, do not fear. As free peace to you. For Bethany Heaven called liberty, by stripes I was. Do not see at all, do not fear. War a good warfare, holy faith and good conscience. Stand fast, therefore, in the liberty where the Christ has made us free, and be not entangled again with the yoke of bondage. For Bethany Heaven called unto liberty, do not see at all, do not fear. As free peace to you. By stripes you were healed, we were healed, I was healed. Do not see at all, do not fear. War a good warfare, holy faith and good conscience. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ബൈ സ്ട്രൈപ്സ് യു വെയർ ഹീൽഡ്, വി വെയർ ഹീൽഡ്, ഐ വാസ് ഹീൽഡ്. ഫോർ ബെഥനി ഹെവൻ, അദ്ദേഹത്തിന്റെ അടിപ്പിണരാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ട്രൈപ്സിനാൽ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗഖ്യം വന്ന് കഴിഞ്ഞിരിക്കുന്നു. പുള്ളിംഗ് ഡൗൺ സ്ട്രോഹോൾസ് നമ്മെ അടിമത്തിൽ കൂടി ഫോർ ബെഥനി ഹെവൻ കാർഡർ ലിബർട്ടി. യഹോവന്റെ പ്രാണനെ മരണത്തിൽ നിന്നും. ഫോർ ബെഥനി ഹെവൻ കാർഡർ ലിബർട്ടി. വാർ എ ഗുഡ് വാർഫെയർ, ഹോളി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. വാർ എ ഗുഡ് വാർഫെയർ, ഹോളി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ്, കാൻസൽ ഇമാജിനേഷൻസ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. O wretched man that who shall deliver me from the body this death? Now there is no more condemnation. Those who are in Christ Jesus, the law of the Spirit of life in Christ Jesus has set me free from the law of sin and death. നാം പാപം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടതിന് കർത്താവ് യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അദ്ദേഹത്തിന് ബൈ സ്ട്രൈപ്സ് നിങ്ങൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. പുള്ളിംഗ് ഡൗൺ ഓഫ് സ്ട്രോങ് ഹോൾഡ്സ്, കാൻസൽ ഡൗൺ ഇമാജിനേഷൻസ്. നാമിനെ അടിമത്തിൽ കുടിപ്പോരുത്. For as much then as the children are partakers of flesh and blood, he also himself likewise took part of the same, that through death he may destroy him that had the power of death, that is the devil, and deliver them who through fear of death were all their lifetime subject to bondage. For verily he took not on him the nature of angels, but he took on him the seed of Abraham. Wherefore in all things he behoved him to be made like unto his brethren, that he might be a merciful and faithful high priest in things pertaining to God, to make reconciliation for the sins of the people. For in that he himself has suffered, being tempted, he is able to succor them that are tempted. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവനന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവരേക്ക് വിടിച്ചു. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതി സംരക്ഷണ ചെയ്യാനത്രേ അദ്ദേഹം അവർ ഉള്ളടച്ച് ജീസസ് ക്രൈസ്റ്റ് കടന്നു വന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീസസ് തൻ ദേഹം തിരശ്ശീൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയെ തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരുതന് നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം മാഷിയപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയമുണ്ട് പരമാർത്ഥത്തോടെ അടുത്തെല്ലുക. ഫോർ ബെഥനി ഹെവൻ കാൾഡ് ലിബർട്ടി. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഫോർ ബെഥനി ഹെവൻ കാൾഡ് നാമിനെ അടിമത്തിൽ കൂടി വരുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം നമുക്ക് വായിക്കുമ്പോൾ എന്താണ് 10-ാം അധ്യായത്തിൽ അതിന്റെ 19 തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫോർ ബെഥനി ഹെവൻ കാൾഡ് ലിബർട്ടി. അപ്പോൾ എന്താണ്? ഹാവിംഗ് therefore brethren boldness to enter into the holiest by the blood of Jesus, by a new and living for Bethany Heaven Calvary way, which he hath consecrated for us through the veil, that is to say, his flesh. And having an high priest over the house of God, let us draw near with a true heart, in full assurance of faith, having our hearts sprinkled from an evil conscience, and our bodies washed with pure water. Let us hold fast the profession of our faith without wavering, for he is faithful that promised. And let us consider one another to provoke unto love and to good works, not forsaking the assembling of ourselves together as the manner of some is, but exhorting one another, and so much the more as you see the day. For Bethany Heaven called unto liberty. നാമിനെ അടിമത്തിൽ കൂടി പോരുത്. For Bethany Heaven called unto liberty, so much the more as you say see. For Bethany Heaven called liberty, not forsaking the assembling of ourselves together as the manner of some is, but exhorting one another, and so much the more as you see the day approaching. For Brethren, you have called unto liberty.
നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. ആസ് യു സീ ദ ഡേ അപ്രോച്ചിങ് ഫോർ ബദൻ യു ഹാവ് കാൾഡ് അൺ ടു ലിബർട്ടി. യഹോവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, എന്റെ കണ്ണിനെ കണ്ണീരിൽ നിന്ന്, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തന പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. സങ്കീർത്തന പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. For thou hast delivered my soul from death, mine eyes from tears, and my feet from falling. For thou hast delivered my soul from death, mine eyes from tears, and my feet from falling. ഇതാ ഒരു ട്രെയിൻ നോക്കിക്കോളൂ. ആകാശത്തെയും ഭൂമി അതിലുള്ള സകലത്തെയും എന്താണ് സേവ് ചെയ്യുന്ന അവർ ഉള്ളോടൻ സേവ് ജീസസ് ക്രൈസ്റ്റ് ആയതുകൊണ്ട് നമുക്കിതൊക്കെ കാണുന്നത് വളരെ നല്ലതാണ്. ആ ട്രെയിൻ വരുന്നത് നോർത്ത് ഡയറക്ഷനിൽ നിന്നും സൗത്ത് ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡ് ഫാസ്റ്റ് ദെയർ ഫോർ ദ ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റ് ഹസ് മേഡ് us ഫ്രീ. നാമിനെ അടിമത്തിൽ കൂടി പോരുത്. ആ ട്രെയിൻ വരുന്നത് നോർത്തിൽ നിന്നും സൗത്ത് ഡയറക്ഷനിലേക്ക് ഫോർ ബദൻ കാർഡൻ ലിബർ സൗത്ത് ഡയറക്ഷനിലേക്ക് നടന്നു. ഫോർ ബദൻ ഫുള്ളിംഗ് ടൗൺ ഓഫ് നാമിനെ അടിമത്തിൽ കൂടി. ഡു നോട്ട് സിയർ, ഡു നോട്ട് ഫിയർ. ഈ വീഡിയോയുടെ 22:45, അതായത് 22-നും 23-ക്കും ഇടയ്ക്കൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഫോർ ബദൻ യു ഹാവ് കാൾഡ് അൺ ലിബർട്ടി. നാമിനെ അടിമത്തിൽ കൂടി പോരുത്. വാർ എ ഗുഡ് വാർഫെയർ, ഹോളി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. ഇനി മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഈ ലോകത്തിനോ വരുവാൻ പോകുന്ന ലോകത്തിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുള്ള ഗോഡ്ലി ലെവലിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല ഞാൻ ഉറച്ചിരിക്കുന്നു. ഫോർ ബദൻ യു ഹാവ് കാൾഡ് അൺ ടു ലിബർട്ടി. വളരെ ഗുഡ്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്സ് കാസ്റ്റ് ഡൗൺ ഇമാജിനേഷൻസ്. നമുക്ക് റോമൻസ്, പ്ലീസ് ടേൺ ടു റോമൻസ് ചാപ്റ്റർ 8, ലാസ്റ്റ് 2 words. For brethren you have called, who shall separate us from the love of Christ? Shall tribulation or distress or persecution or famine or nakedness or peril or sword? As it is written, for thy sake we are killed all the day long. We are accounted as sheep for the slaughter. Nay, in all these things we are more than conquerors through him that loved us. O wretched man that time, who shall deliver me from the body this death? Now there is no more condemnation. Those are in Christ Jesus. The love of the Spirit of life in Christ Jesus has set me free from the love of sin and death. Do not fear, do not fear. As free, peace to you. God is not the other confusion but a peace. As free, peace to you. Nay, in all these things we are more than conquerors through him that loved us. For I am persuaded that neither death nor life nor angels nor principalities nor powers nor things present nor things to come nor height nor depth nor any other creature shall be able to separate us from the love of God which is in Christ Jesus our Lord. ഇനി നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഫോർ ബദൻ യു ഹാവ് കാൾഡ് അൺ ലിബർട്ടി. നാമിനെ അടിമത്തിൽ കൂടി വരുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നമുക്ക് വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കും? ഫിലിപ്പിയർ 3:19 തൊട്ട് 21 വരെ വായിക്കുമ്പോൾ നമ്മുടെ പൗരത്വമോ അല്ലേ, മലയാളം ബൈബിളിൽ അവരുടെ ദൈവം അല്ലെങ്കിൽ വയറാണ് അവരുടെ ദൈവം എന്നുള്ള അർത്ഥത്തിൽ വായിക്കുന്നു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഹൂസ് എൻഡ് ഈസ് ഡിസ്ട്രക്ഷൻ, ഹൂസ് ഗോഡ് ഈസ് ദെയർ ബെല്ലി ആൻഡ് ഹൂസ് ഗ്ലോറി ഈസ് ഇൻ ദെയർ ഷെയിം. 19 തൊട്ട് 21 വരെ വായിക്കുമ്പോൾ ഹൂസ് ഗ്ലോറി ഈസ് ഇൻ ദെയർ ഷെയിം, who mind earthly things, for our conversation is in heaven, from whence also we look for the Savior, the Lord Jesus Christ, who shall change our vile body means vile, vile body, that it may be fashioned like unto his glorious body, according to the working whereby he is able even to subdue all things unto himself. നാമിനെ അടിമത്തിൽ കൂടി പോരുത്. unto himself, pulling down of strongholds. അതായത് നമ്മുടെ പൗരത്വം ആ സ്വർഗത്തിലാവുന്നു. അവിടെ നിന്ന് കർത്താവ് യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവിടെ നിന്ന് കർത്താവ് യേശുക്രിസ്തു രക്ഷിതാവ് വരുമ്പോൾ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നതിന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തിന്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇനി 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഫോർ ബദൻ യു ഹാവ് പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്?
ഫോർ ബർദൻ യു ഹാവ് കാർഡ് ആൻഡ് ലിബർട്ടി. അതിൻ്റെ 14 നമുക്ക് വായിക്കുമ്പോൾ, for if we believe that Jesus died and rose again, even so them also which sleep in Jesus will God bring with him. For this we say unto you by the word of the Lord, that we which are alive and remain unto the coming of the Lord shall not prevent them which are asleep. For the Lord himself shall descend from heaven with a shout, with the voice of the archangel, and with the trump of God, and the dead in Christ shall rise first. Then we which are alive and remain shall be caught up together with them in the clouds to meet the Lord in the air, and so shall we ever be with the Lord. Wherefore comfort one another with these words. Pulling down of strongholds. നമ്മിൻ്റെ അടിമത്തിൽ കൂടി പോരുത്. അതിൻ്റെ 16 നമ്മൾ വായിക്കുമ്പോൾ, കർത്താവ് താൻ ഗംഭീര പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ ലോഡിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ എപ്പോഴും ലോഡിനോട് കൂടിയായിരിക്കും. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവിൻ. പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് pulling down strongholds, casting down vain. Stand fast therefore the liberty where the Christ has made us free, and be not entangled again with the yoke of bondage. For within you have called unto liberty. For a good warfare, holding faith and good conscience as free peace. Living God who is richly things to enjoy. നമുക്കിങ്ങനെ വായിക്കാം, പാപത്തിൻ്റെ ശമ്പളം, നമുക്കിങ്ങനെ ചിന്തിക്കാം, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപ വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. For the wages of sin is death, but the gift of God is eternal life through Jesus Christ our Lord. Pulling down strongholds. For God so loved the world that he gave his only begotten Son, that whoever believes in him shall not perish but have everlasting life. തൻ്റെ ഏകജാതനെ സണ്ണിൽ വിശ്വസിക്കുന്നവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. സ്റ്റാൻഡ് ഫാസ്റ്റ് ദെയർഫോർ ഇൻ ദ ലിബർട്ടി ഓഫ് ദ ക്രൈസ്റ്റ് ഹാസ് മേഡ് us free. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. തൻ്റെ ഏകജാതനെ സണ്ണിൽ വിശ്വസിക്കുന്നവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രൈസ്റ്റ് ജീസസിന്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തില്ല. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചുകളയും. കർത്താവ് യേശുക്രിസ്തു നമുക്ക് വിരോധം പ്രതികൂലമായിരിക്കുന്ന എല്ലാ കൈയെഴുത്തുകളും വെച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞിരിക്കുന്ന വാഴ്ചകളെ അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയ്ക്ക് മാറ്റി. ഫോർ ബദൻ യു ഹാവ് കാർഡ് ടു ലിബർട്ടി. നമുക്ക് പുള്ളിംഗ് ഡൗൺ സ്ട്രോൾസ് ഫോർ ബദൻ യു ഹാവ് കാർഡ് ലിബർട്ടി. ലൂക്കോസിന്റെ സുവിശേഷം 10 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണെന്ന് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10 വായിക്കുമ്പോൾ ലൂക്ക് ചാപ്റ്റർ 10:19, Behold, I give unto you power to tread on serpents and scorpions, and over all the power of the enemy, and nothing shall by enemies hurt you. Notwithstanding in this rejoice not that the spirits are subject unto you, but rather rejoice because your names are written in heaven. Notwithstanding in this rejoice not that the spirits are subject unto you, but rather rejoice because your names are written in heaven. Pulling down strongholds. Notwithstanding this, അതായത് ഇങ്ങനെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? Notwithstanding in this rejoice not that the spirits are subject unto you, but rather rejoice because your names are written in heaven. അപ്പം പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തില്ല. റോമൻസ് 16 chapter 20, kindly read. And the God of peace shall bruise Satan under your feet shortly. The grace of our Lord Jesus Christ be with you. Amen. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയുന്നതാണ് വായിക്കുന്നത്.
4 ബദനീഹങ്ങൾ വഴി കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറട്ടെ ആമേനെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിങ് ഡൗൺ ഓഫ് ഡു നോട്ട് സിയറ്റൽ ഡു നോട്ട് ഫിയർ നിർഭയമായിട്ട് വായിക്കാൻ കഴിയും. പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോൾസ്. ഇനി നമുക്ക് കൊലസ്യർക്ക് എഴുതിയ പുസ്തകം വായിക്കുമ്പോൾ കൊലസ്യർക്ക് എഴുതിയ ലേഖനം നമുക്ക് വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? കൊലസ്യർക്ക് എഴുതിയ പുസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോൾ 9 തൊട്ട് വായിക്കുമ്പോൾ ഫോർ ഇൻ ഹിം ഡ്വെല്ലത്ത് ആൾ ദി ഫുൾനെസ് ഓഫ് ദി ഗോഡ് ഹെഡ് ബോഡിലി. മനസ്സിലാകുന്നുണ്ടോ? ഫോർ ഇൻ ഹിം ഡ്വെല്ലത്ത് all the fullness of the Godhead bodily, and you are complete in him, which is the head of all principality and power, in whom also you are circumcised with the circumcision made without hands, in putting off the body of the sins of the flesh by the circumcision of Christ, buried with him in baptism, wherein also you are risen with him through the faith